ഈ തുടർച്ച ഉള്ളത് കൊണ്ട് മാത്രം സാധ്യമായ കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ വ്യവസായ വകുപ്പ് മന്ത്രിയാണല്ലോ. വ്യവസായ വകുപ്പിൽ നമ്മൾ 26-ൽ ഒന്നാം സ്ഥാനത്തെത്തുമെന്നാണ് പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത്. പക്ഷെ 2 വർഷത്തിനുള്ളിൽ തന്നെ കഴിഞ്ഞത് നയങ്ങളുടെ തുടർച്ചയായിരുന്നു. ഒരു അടിത്തറ ഉണ്ടായിരുന്നു. ആ അടിത്തറയിൽ നിന്ന് തുടരാൻ പറ്റി. അല്ലെങ്കിൽ പുതിയൊരു ഗവൺമെന്റ് വന്നു, പോളിസി വന്നു, അതൊക്കെ ഒന്ന് ഒത്തുവരാൻ തന്നെ 2-3 വർഷം എടുക്കും. ഇപ്പം വന്നിട്ടുള്ള ഈ മാറ്റം അതിന്റെ ഒരു വിളവ് ശരിക്കും കൊയ്യണമെങ്കിൽ ഒരു 5 വർഷം കൂടി ഏറ്റവും മിനിമം കേരളത്തിന് ആവശ്യമാണ്. അതായത് ഈ തുടർച്ച 10 വർഷത്തിന്റെ വിളവെടുപ്പിന് കൂടി വേണ്ടിയാണ്. അത് അതെ, അതെ. ജനങ്ങൾക്ക് ആ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. തുടർച്ചയ്ക്ക് ഇടർച്ച ഉണ്ടായാൽ കേരളം നേടിയിട്ടുള്ള ഒത്തിരിയേറെ നേട്ടങ്ങൾ നമുക്ക് നഷ്ടമാകും. ഇനി ഏത് ഗവൺമെന്റ് ആകട്ടെ, ഒരു ഗവൺമെന്റ് മാറി പുതിയ ഗവൺമെന്റ് വന്നു, പുതിയ നയങ്ങൾ വന്നു, അത് നേരെ റിവേഴ്സ് ആകുന്ന നയങ്ങളാണെങ്കിൽ കുറെ കൂടി ഗൗരവമായിട്ട് അതിലേക്ക് എത്തും. പക്ഷേ സർക്കാർ ഭരണവിരുദ്ധ വികാരത്തിന് ഇപ്പോൾ ഇരയാകും എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രചരണം. 100 സീറ്റാണ് പ്രതിപക്ഷ നേതാവ് അപ്പോഴും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്ര ഉറപ്പിൽ ഇപ്പൊ പറയുന്നുണ്ടെന്ന് തോന്നുന്നില്ല. വനവാസത്തിന് 100 സീറ്റ് എന്നുള്ളത് മാറ്റിയല്ലോ. നേരത്തെ അതായിരുന്നു പൊതുവായി പറഞ്ഞുകൊണ്ടിരുന്നത്. അതിലൊരു കാര്യം നമ്മൾ കാണേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രതിപക്ഷത്തിന് അത്ര ധൈര്യമുണ്ടെങ്കിൽ എന്തുകൊണ്ട് വികസന കാര്യങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല? അവരെന്തുകൊണ്ട് ബോധപൂർവ്വം അടിസ്ഥാനരഹിതമായ പ്രശ്നങ്ങൾ വിവാദങ്ങളാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നു? അതാണല്ലോ ഇപ്പൊ നടക്കുന്നത്. ഇപ്പൊ രാഹുൽ ഗാന്ധി ഇന്നത്തെ പ്രചരണത്തിൽ വീണ്ടും ശബരിമല തെരഞ്ഞെടുപ്പ് വിഷയമാക്കാൻ കൊണ്ടുവരുന്നു. BJP CPM ഡീൽ എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. CPM SDP ഡീൽ എന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. ഇന്നിപ്പോ വീണ്ടും ശബരിമല വിഷയം കൊണ്ട് രാഹുൽ ഗാന്ധി തന്നെ ആ പാട്ട് പാടുന്നു. രാഹുൽ ഗാന്ധി പാടുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് സോണിയാഗാന്ധി എങ്ങനെ ഇതിൽ വന്നു എന്നുള്ളതാണ്. അദ്ദേഹം സോണിയാഗാന്ധിയുടെ മകൻ കൂടിയാണല്ലോ, രാഷ്ട്രീയ മേധാവ് എന്ന നിലയിൽ തന്നെ. സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് എങ്ങനെ ഈ സ്വർണം കട്ടാളും സ്വർണം വാങ്ങിയ ആളും സ്വർണം കൊടുത്ത ആളും ഒരേപോലെ ഒന്നിച്ചു വന്നു എന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. ആ നിഗൂഢത ഇപ്പോഴും നിൽക്കുകയാണല്ലോ. ആരാണ് സോണിയാഗാന്ധിയുടെ അടുത്ത്? ഒരു തവണയല്ല, 2 തവണ. സോണിയാഗാന്ധിയുടെ ഭാഗമാണോ അല്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ പ്രശ്നം അത്തരം ഘട്ടത്തിൽ ആരവിടേക്ക് കൊണ്ടുപോയി എന്നുള്ള അടിസ്ഥാന പ്രശ്നം ആദ്യം രാഹുൽ ഗാന്ധി അത് വ്യക്തത വരുത്തേണ്ടതില്ലേ? അത് വ്യക്തത വരുത്തേണ്ടതുകൊണ്ട് തയ്യാറാകുന്നില്ല ഇപ്പോഴും.